ഈ നമ്മുടെ ആഹാര സാധനങ്ങളുടെ ഫുഡ് പ്രൈസസിന് വില കുറയുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഇതൊരു ഇരുതല മൂരിയാണ്. സാധാരണഗതിയിൽ ഒരു ഇൻഫ്ലേഷനെ ഒരു ഫുഡ് കമ്പണൻറ്റും കൂടെ വളരെയധികം ബാധിക്കും. കാരണം അതാണല്ലോ ഒരുപാട് കൂടുതൽ കൺസംഷൻ ഉള്ളത്. നമുക്ക് ഈ ഒരു ബമ്പർ ക്രോപ്പുള്ള സമയത്ത് ഒരുപാട് പ്രൊഡക്ഷനുള്ള കാര്യം നമ്മൾ പണ്ടെപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ ടൊമാറ്റോ റോഡിൽ കൊണ്ടിട്ട് അവർ കത്തിച്ച് കളഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ പുറത്തൂടെ വണ്ടി ഓടിച്ച് പ്രതിഷേധിക്കുന്നു. ചില സമയം ഈ പറയുന്ന തക്കാളി വില വളരെയധികം കൂടി നിൽക്കുന്നു. അപ്പോൾ ഇത് ഒരു പ്രൊഡക്ഷൻ്റെ ഒരു കാര്യമാണ്. ഭാരതത്തിൽ എസ്പെഷ്യലി ഒരു പ്രോബ്ലം നമുക്കുള്ളതെന്ന് പറയുന്നത് നമുക്ക് ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റ്സ് ഏതാണ്ട് അടുത്ത കാലത്ത് കഴിഞ്ഞൊരു ദശകമായിട്ട് മാത്രമാണ് ഫുഡ് പ്രോസസ്സിങ്ങിനെ പറ്റിയും ഈ പറയുന്ന കോൾഡ് റൂംസും കോൾഡ് ചെയിനെ പറ്റിയൊക്കെ സീരിയസ് ആയിട്ട് നമ്മൾ ആ ലോജിസ്റ്റിക്സിനെ പറ്റി നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത്. അപ്പോൾ അത് കാരണം നമുക്ക് ഈ ഫുഡ് പ്രൈസസിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുറയുക എന്ന് പറയുമ്പോൾ അത് നേരിട്ട് ഒരു ഫാർമറെ അഫക്റ്റ് ചെയ്യും. ആ ഫാർമറെ അഫക്റ്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായപ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത്, പ്രക്ഷോഭമുണ്ട്. അതിന് വേണ്ടതെന്ന് പറയുന്നത് കൂടുതൽ പ്രോസസ്സ് ചെയ്യുക, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പോർട്ട് മാർക്കറ്റ്സ് ഉണ്ടാകുക. ഈ ഫുഡിൻ്റെ ഒരു കാര്യത്തിൽ വലിയ ഈ ഇൻഫ്ലേഷൻ, അതുകൊണ്ടാണ് ഈ ഡിഫ്ലേഷൻ എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുന്നത് ആപത്താണ്. അപ്പോൾ ഒരു വിലകൾ ഇടിഞ്ഞ് താഴെ വീണുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ആളുകൾ പർച്ചേസ് ചെയ്യുന്നത് കുറയും. നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ തന്നെ ഈയിടയ്ക്കായിട്ട് GST ഇല്ലാതെയായി. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന് നമ്മൾ GST വേണ്ട. ഒരു പർട്ടിക്കുലർ ഡേക്ക് ശേഷം എല്ലാവരും വെയിറ്റ് ചെയ്തു. ആ ഡേ ശേഷം മാത്രമേ പ്രീമിയം അടച്ചുള്ളൂ. കാരണം എന്താ, GST അതിന് ഒരു ബെനഫിറ്റ് ഉണ്ടായി. 18% GST ആണുള്ളത്. അപ്പോൾ നാച്ചുറലി വില കുറയുമെന്ന് കാണുമ്പോൾ ആളുകൾ കൺസംഷൻ കുറയും. ഇത് ഫാക്ടറികളെയും ഇങ്ങനെയുള്ള ഈ പറയുന്ന ജോലിയെയും ഒക്കെ ബാധിക്കും. അപ്പോൾ ഡീഫ്ലേഷൻ എന്ന് പറയുന്നത് വളരെ, അപ്പം ഇതിനൊരു സ്വീറ്റ് സ്പോട്ട് ഉണ്ട്. സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് 2 മുതൽ 6% വരെയുള്ള ഇൻഫ്ലേഷൻ ഒരു എക്കോണമിക്ക് നിലനിൽപ്പിന് ആവശ്യമാണ്. എന്നാൽ മാത്രമേ ആളുകൾ കൺസംഷൻ നടത്തുകയുള്ളൂ, സേവിങ്സ് നടത്തുകയുള്ളൂ, അത് ഇൻഡസ്ട്രിയിലേക്ക് പോവുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പറയുന്നു. അപ്പോൾ ഫുഡിൻ്റെ പ്രൈസ് കുറയുന്നത് കൺസ്യൂമർ, നമ്മൾ കൃഷി ചെയ്യുന്നില്ല, അതുകൊണ്ട് നമുക്ക് പ്രൈസ് കുറയുമ്പം വളരെ സന്തോഷമുണ്ടെങ്കിലും ആക്ച്വൽ എക്കോണമിയെ ബാധിക്കുന്നത് വളരെ മോശമായിട്ടാണ്, വളരെ ശക്തമായിട്ടാണ്. കാരണം ഇപ്പോഴും ഒരു അഗ്രേറിയൻ എക്കോണമി ആയിട്ടാണ് കാണുന്നത്. ഒരുപാട് പേര് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. അപ്പം ഡെഫിനറ്റായിട്ടും ഒരു ഫുഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് വലിയ തോതിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ്.